കേണൽ എസ് ഡിന്നി എങ്ങനെ കാണുന്നു ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തെ? 8ാം ദിവസവും പരാജയമായി മാറുകയായിരുന്നു. നാളെയും തുടരും. ശ്രീ മഞ്ജുഷ്, കറക്റ്റാണ്. നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതൊരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരാജയം എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം നമ്മളൊരു ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കമാൻഡർ അതുൽ പറഞ്ഞ പോലെ, അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള, ഇന്നിപ്പോ പുഴയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടാത്ത സമയം വരെ നമുക്കൊരു ഇതിനെക്കുറിച്ച് നമുക്കൊരു ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ലെന്നാണ്. ഇപ്പോഴും ആ ശ്രമങ്ങൾ, ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അഫ്കോഴ്സ് ആ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലാവസ്ഥ തന്നെയാണ്. നമ്മൾ ഇന്ന് ഫുൾ ഡേ കണ്ടത്, അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് മഴ വരെയും വലിയ രീതിയിലുള്ള മഴയാണ്, അത് ചെറിയ മഴയല്ല, ആ രീതിയിലൊക്കെ വന്ന് വെള്ളമൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ഇപ്പം വന്നിട്ടുള്ളത്. ഒന്ന്, ഈ കരയിൽ ഭാഗത്ത് ഈ ട്രക്ക് ഇല്ല എന്നുള്ള ഏകദേശം ഒരു സ്ഥിരീകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തേത്, ഇപ്പൊ ആ കരയുടെ ഭാഗത്ത് നിന്ന് ആ പുഴയുടെ ഒരു തീരത്തേക്ക്, അവിടത്തേക്കുള്ള ഒരു സെർച്ചാണ് ഇനി നടക്കാനുള്ളത്. അവിടാണ് എനിക്കൊന്ന് ഈ ബൂം എക്സ്കവേറ്ററും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ പോലെ ആ ഫോം ചെയ്ത ആ തുരുത്തിന്റെ അടുത്തേക്ക് ഇനി അടുത്ത രീതിയിലേക്കുള്ള അവിടത്തേക്ക് സെർച്ചിൽ ഈ കര കഴിഞ്ഞ അങ്ങോട്ടായിരിക്കും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നേവിയുടെ ഓപ്പറേഷനും സൈഡിൽ നാളെ നടക്കും. പക്ഷെ അതിന്റെ എല്ലാം നടക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥ കുറച്ചെങ്കിലും അനുകൂലമാവണം. കാരണം നമുക്ക് കാലാവസ്ഥയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കാലാവസ്ഥയായിട്ട് നമുക്ക് ആ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് അതിന്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം വെച്ച് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ ആണ് ഇന്ന് കണ്ടത്. കുറച്ചും കൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, കേണൽ എസ് ഡിന്നി, ഇപ്പോൾ